എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 37 ശ്ലോകം 13, 14, 15, 16, 17, 18, 19, 20, 21, 22 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. നാരദ മഹർഷിയുടെ അസ്തുതി തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. ആത്മനാത്മാശ്രയപൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിതം സത്യസങ്കൽപ്പ സൃജസ്യവശീശ്വര. സർവത്തിനും ആധാരമായിരിക്കുന്ന ഭഗവാനെ, അവിടത്തേക്ക് അന്യമായ ആധാരമില്ല. അങ്ങ് സ്വതന്ത്രനാണ്. അങ്ങയുടെ ശക്തിയായ മായയിൽ നിന്ന് ഗുണങ്ങളെയും ഗുണങ്ങളെ കൊണ്ട് ലോകത്തെയും അങ്ങ് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കണം. സാധാരണ ജനങ്ങളെ പോലെ ഈ സൃഷ്ടിയാദി വ്യാപാരം നടത്താൻ വേറെ ആളുകളൊന്നും അവിടത്തേക്ക് ആവശ്യമില്ല. സങ്കല്പമാത്രത്താൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നെന്തിരുവടി ഈശ്വരനാകുന്നു. മായയുടെ സ്വരൂപം ത്രിഗുണസാമ്യാവസ്ഥാ രൂപമാണ്. ഈശ്വര സങ്കല്പത്താൽ ആ 3 ഗുണങ്ങൾ പ്രകടങ്ങളാകുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഗുണസൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോ ലീനങ്ങളായ ഗുണങ്ങളെ സ്ഫുരിപ്പിച്ചു എന്നാണ് സൃഷ്ടിച്ചു എന്നതിന്റെ അർത്ഥം. ഏതൊരു പദാർത്ഥത്തെയും പുതിയതായിട്ട് ഉണ്ടാക്കണില്ല. അവര് ഈ മായയിൽ ഇങ്ങനെ ലയിച്ചു കിടക്കുന്നവയെ സ്ഫുടങ്ങളാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വര സങ്കല്പം വികാസഹേതു ആയതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിക്കും രക്ഷയ്ക്കും സംഹാരത്തിനും കർത്താവാണ് എന്നുള്ള വ്യവഹാരം അങ്ങനെ അത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. അത് അവിടെ ഉള്ളത് തന്നെയാണ്. ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് അതിനെ വികസിക്കുന്നു. സത്വം ഭൂതരഭൂതാനാം ദൈത്യപ്രമഥരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച. സർവാധാരനും സർവേശ്വരനുമായ നിന്തിരുവടി രാജാക്കന്മാരായി ജനിച്ചിരിക്കുന്ന അസുരന്മാരെയും ഭൂതങ്ങളെയും രാക്ഷസന്മാരെയും സംഹരിച്ച് ഭൂമിഭാരത്തെ തീർക്കാനും സാധുക്കളെ അനുഗ്രഹിച്ച് ലോകമര്യാദകൾ നിലനിർത്താനും വേണ്ടി ലോകത്തിൽ അവതരിച്ചിരിക്കുന്നു. ദിഷ്ട്യാദേ നിഹതോ ദൈത്യോ ലീലയായം ഭയാകൃതി യസ്യ ഹേഷിത സന്ദ്രസ്താ ത്യജന്ത്യാനിമിഷാദിപം. കുതിരയുടെ രൂപം ധരിച്ചിരിക്കുന്ന ഏതൊരു അസുരന്റെ ശബ്ദമാത്ര ശ്രവണത്താൽ ഭയപ്പെട്ട് ദേവന്മാരുകൂടി സ്വർഗലോകം വിട്ടുപോകുന്നുവോ അത്ര ഘോരനായിരിക്കുന്ന കേശി എന്ന ആ ദാനവനെ യാതൊരു പ്രയാസവും കൂടാതെ അങ്ങ് ഇപ്പോൾ സംഹരിച്ചത് കൊണ്ട് ഭക്തന്മാർക്ക് പരമാനന്ദം അനുഭവവേദ്യമായിരിക്കണം. ഇതിനു മുമ്പ് അനേകം ദുഷ്ടന്മാരെ സംഹരിച്ചതിന്റെയും ഉപലക്ഷണമായി ആ കേശിവധത്തെ എടുത്തു കാണിക്കുകയാണ്. ഇതിനു മുമ്പ് അനേകം ദുഷ്ടന്മാരെ സംഹരിച്ചല്ലോ ഭഗവാൻ. അപ്പൊ അതിന്റെയൊക്കെ ഉപലക്ഷണം കേശിയെ പറ്റിയിട്ട് പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ കേശി അതിപ്രധാനിയാണ്. ചാണൂരം മുഷ്ടികം ചെയ്വ മല്ലാനന്യാംശ്ച ഹസ്തിനം കംസം ച നിഗതം ദൃക്ഷ്യേ പരശ്വോഹനെ തേ വിഭോ. അങ്ങനെ ഭഗവാനെ അവിടുന്ന് വ്രജത്തിലിരുന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി മധുരാപുരവാസികളായ വസുദേവാദി ഭക്തന്മാരെയും അങ്ങ് രക്ഷിക്കണം. അതിനായിട്ട് അങ്ങ് പുറപ്പെട്ട വിവരം അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ അറിഞ്ഞിരിക്കണം പറയണം ഭാരതമഹർഷി. ത്രികാലജ്ഞാനിയാണല്ലോ നാരദ മഹർഷി. അങ്ങനെ തന്റെ യോഗജ്ഞാനത്താൽ വരാൻ പോകുന്ന കാര്യം വന്നതുപോലെ, അത് കഴിഞ്ഞതുപോലെയാണ് പറയുന്നത്. അതൊക്കെ വന്നു എന്നുള്ള പോലെയാണ്. കണ്ടുകൊണ്ടിരിക്കുകയാണ് നാരദ മഹർഷി. അതൊക്കെ ഇങ്ങനെ മുമ്പിൽ കാണുകയാണ്. അപ്പൊ കണ്ടുകൊണ്ട് പറയണ പോലെ ഭഗവാനോട് പറയണു, ഹേ പ്രഭു, അങ്ങ് ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങിയ മല്ലന്മാരെയും കുവലയാപീഠം എന്ന ഗജത്തെയും കംസനെയും മറ്റന്നാള് സംഹരിച്ചതായിട്ട് ഞാൻ കാണും. ഇന്ന് തന്നെ അക്രൂരൻ വരും. നാളെ അങ്ങ് മധുരാപുരിക്ക് പോകും. മറ്റന്നാൾ കംസബോധം കഴിയും. ഇതൊക്കെയാണ് പറയണത് നാരദ മഹർഷി. ഇതൊക്കെ ഇത്ര വേഗത്തിൽ അനായാസേന നടത്താൻ
അവിടുന്ന് സമർത്ഥനാണ് എന്ന് അത് എല്ലാവർക്കും ബോധ്യമാവാൻ വേണ്ട, അത് എനിക്കറിയാം എന്നുള്ള അതാണ് വിഭോ. ഭഗവാന് ചെയ്യാൻ പറ്റാത്തത് എന്താണ്? ഇതത്ര പെട്ടെന്ന് ഭഗവാൻ ഇതൊക്കെ മുൻകൂട്ടി അറേഞ്ച് ചെയ്തിട്ട് വെച്ചിരിക്കുകയല്ലേ അല്ലെ. അപ്പൊ ഒരു ഫിലിമിൽ കാണണമാതിരി, സിനിമ കാണണമാതിരി ഇങ്ങനെ പറയണു നാരദ മഹർഷി, അതങ്ങനെ ചെയ്യും, അങ്ങനെ വരും. പിന്നെ ഇതാ ബാക്കി പറയണു, തസ്യാനുശങ്കയവനമുരാണാം നരകസ്യ ച പാരിജാതാപഹരണം ഇന്ദ്രസ്യ ച പരാജയം. കംസവധം കഴിഞ്ഞ ശേഷം പഞ്ചജനൻ എന്ന ശംഖുരൂപത്തിലുള്ള അസുരൻ, യവനൻ, മുരൻ, നരകാസുരൻ ഇവരെ നിന്തിരുവടി ഹനിക്കും. സ്വർഗലോകത്തിൽ ചെന്ന് പാരിജാതത്തെ അപഹരിക്കും. അപ്പോ എതിർത്തു വരുന്ന ഇന്ദ്രനെ തോൽപ്പിക്കും. ഉദ്വാഹം വീരകന്യാനാം വീരശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം ശാപാത് ദ്വാരകായാം ജഗൽപതേ. ആർക്ക് അധികം ശൗര്യമുണ്ടോ അവർക്ക് കന്യകയെ കൊടുക്കും എന്ന നിശ്ചയത്തിൽ നടത്തുന്ന വിവാഹം വീരശുൽക്കം. ശൗര്യം തന്നെ കന്യകയെ കിട്ടാൻ കൊടുക്കേണ്ട വില എന്ന ലക്ഷണത്തിന്മേൽ ചില രാജാക്കന്മാര് അവരുടെ പുത്രിമാരുടെ വിവാഹം പ്രസിദ്ധപ്പെടുത്തും. ആ കന്യകകളെ നിന്തിരുവടി വിവാഹം കഴിക്കും. ഹേ ജഗൽപതേ, ബ്രാഹ്മണന്റെ പശുവിനെ അറിയാതെ മറ്റൊരാൾക്ക് ദാനം ചെയ്ത പാപനിമിത്തം ഓന്തായി ഭവിച്ച നൃഗരാജാവിന് ദ്വാരകയിൽ വെച്ച് ശാപം തീർത്ത് മോക്ഷം നൽകും. സമന്തകസ്യ ചമണേ ആദാനം സഹഭാര്യയാ മൃതപുത്രപ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമത. നിന്തിരുവടി ജാമ്പവാന്റെ പുത്രിയായ ജാമ്പവതിയെ ഭാര്യയായിട്ട് സ്വീകരിക്കും. ശമന്തകം എന്നു പേരായ രത്നത്തെയും ആദാനം ചെയ്യും. തന്റെ ഗുരുവായ സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ കാലപുരിയിൽ നിന്ന് കൊണ്ടുവന്ന് ആ ബ്രാഹ്മണന് ദാനം ചെയ്യും. പൗണ്ഡ്രകസ്യ വധം പശ്ചാൽ കാശിപുര്യാശ്ച ദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ. പൗണ്ഡ്രക വാസുദേവനെ ഹനിക്കും, കാശിപുരി ദഹിപ്പിക്കും. ധർമ്മപുത്രരുടെ രാജസൂയയാഗ അവസരത്തില് ശിശുപാലനെയും പിന്നീട് ഒരിക്കൽ ദന്തവക്ത്രനെയും വധിക്കും. യാനി ചാന്യാനി വീര്യാണി ദ്വാരകാം ആവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി. ദ്വാരകാപുരയിൽ വസിക്കുന്ന നിന്തിരുവടി മുൻപറഞ്ഞവ കൂടാതെ എന്തെല്ലാം വീര്യപരാക്രമങ്ങള് ലോകാനുഗ്രഹത്തിനായി നടത്തുമോ അവയെയും ഞാൻ ഉടനെ കാണും. നിന്തിരുവടിയുടെ ഈ വക എല്ലാ പ്രവൃത്തികളെയും പണ്ഡിതന്മാര് ഭക്തന്മാര് ലോകത്തിൽ അങ്ങനെ കീർത്തിക്കുകയും ചെയ്യും. അഥതേ കാലരൂപസ്യ ക്ഷപൈഷ്ണോ അമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമ്യ അർജുന സാരഥേ. ഭൂമിയുടെ ഭാരത്തെ നിശേഷം നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാലസ്വരൂപനായ നിന്തിരുവടി അർജുനന്റെ സാരഥിയായി ഭവിച്ച് അദ്ദേഹത്തെ കൊണ്ട് അധാർമികന്മാരായ രാജാക്കന്മാരെയും അവരുടെ അസംഖ്യം സൈന്യങ്ങളെയും നശിപ്പിക്കുന്നതും ഞാൻ നിശ്ചയമായും കാണും. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.